KTU 2019 സ്കീം S5 ECയുടെ കൺട്രോൾ സിസ്റ്റംസിൻ്റെ മൊഡ്യൂൾ 4 തീരെയാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. ആദ്യം തന്നെ നമുക്ക് കോമ്പൻസേഷൻ എന്താണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ സിസ്റ്റത്തിലേക്ക് ഒരു അഡീഷണൽ ആയിട്ടൊരു ഡിവൈസ് ആഡ് ചെയ്തിട്ട് സിസ്റ്റത്തിൻ്റെ ബിഹേവിയറിൽ ചേഞ്ച് വരുത്തിയിട്ട് നമുക്ക് വേണ്ട ഒരു സ്പെസിഫിക്കേഷൻ മീറ്റ് ചെയ്യിക്കുക. ഇതിനാണ് നമ്മൾ കോമ്പൻസേഷൻ എന്ന് വിളിക്കുന്നത്. ഇതിനു വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ എക്സ്ട്രാ ആഡ് ചെയ്യുന്ന ഡിവൈസിനെയാണ് നമ്മൾ കോമ്പൻസേറ്റർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ലാഗ് കോമ്പൻസേറ്ററിലേക്ക് കിടക്കാം. ഒരു ലാഗ് നെറ്റ്വർക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉള്ള കോമ്പൻസേറ്ററിനാണ് നമ്മൾ ലാഗ് കോമ്പൻസേറ്റർ എന്ന് വിളിക്കുന്നത്. നമ്മൾ സൈനുസോയിഡൽ സിഗ്നലാണ് ഇൻപുട്ടായിട്ട് കൊടുക്കണമെങ്കിൽ അതിൻ്റെ സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് ഒരു ഫേസ് ലാഗ് തരും ഇൻപുട്ടിനെ റെസ്പെക്റ്റ്. ഇവിടെ നമ്മൾ S+1/T ഡിവൈഡ് ബൈ S+1/BT എന്നുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷനാണ് കോമ്പൻസേറ്ററിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് വേണ്ട ഡിസൈഡ് ഔട്ട്പുട്ട് എന്താണോ അതനുസരിച്ചിട്ട് നമ്മൾ ടിയും ബീറ്റ ടി ഒക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ കോമ്പൻസേറ്ററിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്യും. എന്നിട്ട് അത് നമ്മുടെ ഒറിജിനൽ സിസ്റ്റത്തിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്യും. അപ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ട് ആ ഡിസൈഡ് ഔട്ട്പുട്ടാവും. അങ്ങനെയാണ് ലാഗ് കോമ്പൻസേറ്റർ നമ്മൾ ഡിസൈൻ ചെയ്യണത്. ഇത് സിസ്റ്റത്തിൻ്റെ സ്റ്റേറ്റ് പെർഫോമൻസിനെ ഇമ്പ്രൂവ് ചെയ്യും. അതുപോലെ ബാൻഡ് വിഡ്ത്ത് കുറയ്ക്കുകയും റൈസ് ടൈം കൂട്ടുക, അങ്ങനെ കുറച്ച് ക്യാരക്ടറിസ്റ്റിക്സ് നമ്മൾ എഴുതി വെച്ചിട്ടുണ്ട്, അതുകൂടി ഒന്ന് നോട്ട് ചെയ്യുക. ഇതുപോലെ തന്നെ ലീഡ് കോമ്പൻസേറ്റർ എന്ന് പറയുമ്പോൾ ഇതൊരു ലീഡ് നെറ്റ്വർക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആയിരിക്കും കാണിക്കുക. നേരത്തെ പറഞ്ഞാൽ തന്നെ സൈനുസോയിഡൽ സിഗ്നൽ കൊടുക്കുകയാണെങ്കിൽ സ്റ്റഡി സ്റ്റേറ്റ് ഔട്ട്പുട്ട് ലീഡ് ചെയ്യുകയാണ് ചെയ്യണം ഇൻപുട്ടിന്. ഇവിടെ ഇക്വേഷനിൽ 1/α_t എന്നുള്ള വേരിയേഷൻ മാത്രമേ ഉള്ളൂ ഡിനോമിനേറ്ററിൽ. അഗെയിൻ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമുക്ക് വേണ്ട ഔട്ട്പുട്ടിന് വേണ്ടിയിട്ട് നമ്മൾ ടീം കണ്ടുപിടിച്ചിട്ട് കോമ്പൻസേറ്ററിൻ്റെ ഇക്വേഷൻ ഫോം ചെയ്ത് നമ്മുടെ ഉള്ള സിസ്റ്റത്തിലേക്ക് ആഡ് ചെയ്യുമ്പോഴാണ് നമുക്ക് വേണ്ട ഡിസൈഡ് ഔട്ട്പുട്ട് ഇടുന്നത്. അപ്പോൾ ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി വയ്ക്കുക. നമുക്ക് 4 മാർക്സിനൊക്കെ ചോദിക്കാറുണ്ട്. അടുത്തായിട്ട് ലാഗ് ലീഡ് കോമ്പൻസേറ്റർ. ഇവിടെ ലാഗിൻ്റെയും ലീഡിൻ്റെയും നെറ്റ്വർക്കിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഉണ്ടാവും. അപ്പോൾ ഇതിൻ്റെ ഔട്ട്പുട്ടിന് ഫേസ് ലാഗും അതുപോലെ ലീഡും ഉണ്ടാവും ഇൻപുട്ടിനെ വെച്ച് നോക്കുമ്പോൾ. നേരത്തെ നമ്മൾ ഇത് 2 ഇക്വേഷൻ കൂടിയിട്ട് ആഡ് ചെയ്ത് വെച്ചാൽ മതി. ഇതിനകത്ത് രണ്ടുകൂടി മിക്സ് ചെയ്യുമ്പോൾ നമുക്ക് ലാഗ് ലീഡ് കോമ്പൻസേറ്റർ കിട്ടും. അതിൻ്റെയും ക്യാരക്ടറിസ്റ്റിക്സ് നോക്കി വയ്ക്കുക. ഇത് എന്താണെന്നുള്ള ഡെഫിനേഷനാണ് നമുക്ക് സാധാരണ ചോദിക്കുക 3 മാർക്സിന്. അപ്പോഴാണ് നമ്മളിങ്ങനെ എഴുതേണ്ട കാര്യമുള്ളൂ. ഇനി നമുക്കതിൻ്റെ ഡിസൈനിങ്ങിലേക്ക് പോകാം. ആദ്യം നമ്മൾ ലീഡ് കോമ്പൻസേറ്റർ ഡിസൈനിങ്ങിലേക്കാണ് പോകുന്നത്. അപ്പം നമ്മൾ ആദ്യം നമുക്കിത് 4 മാർക്കിനാണ് മെയിനായിട്ട് ചോദിക്കുക. അപ്പോൾ ഈ സ്റ്റെപ്പ് നമ്മളങ്ങനെ പഠിച്ചു വെച്ചിട്ട് അങ്ങനെ തന്നെ എഴുതി വെച്ചാൽ മതി. അപ്പോൾ അതിൽ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് വെച്ചാൽ കെയുടെ വാല്യൂ കണ്ടുപിടിക്കണം നമ്മൾ. എന്നിട്ട് നമ്മുടെ അടുത്തുള്ള ട്രാൻസ്ഫർ ഫംഗ്ഷൻ വെച്ച് ബോർഡർ പ്ലോട്ട് വരച്ചിട്ട് അതിൽ നിന്ന് ഫേസ് മാർജിൻ കണ്ടുപിടിക്കുന്നു. എന്നിട്ട് ആ ഇക്വേഷൻ വെച്ചിട്ട് ഫേസ് ആംഗിളും ആൽഫയും കണ്ടുപിടിച്ചിട്ട് -20 log 1/√α എന്നുള്ള വാല്യൂ വെച്ചിട്ട് ഗ്രാഫിൽ നിന്ന് നമ്മൾ ഒമേഗയും കണ്ടുപിടിക്കുന്നു. അത് വെച്ച് ടി കണ്ടുപിടിക്കണം. അതെല്ലാം കൂടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് വേണ്ട കോമ്പൻസേറ്ററിൻ്റെ ട്രാൻസ്ഫർ ഫംഗ്ഷനായി. എന്നിട്ട് ക്വസ്റ്റ്യനും കോമ്പൻസേറ്ററും കൂട്ടിയിട്ട് നമ്മൾ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതി വയ്ക്കണം. ലാഗ് കോമ്പൻസേറ്റർ ഡിസൈനിങ്ങിൽ അഗെയിൻ കെ കണ്ടുപിടിക്കുന്നു, ബോർഡർ പ്ലോട്ട് വരയ്ക്കുന്നു. എന്നിട്ട് ഫേസ് മാർജിൻ നമ്മൾ ആ ഇക്വേഷൻ ഉപയോഗിച്ച് കണ്ടുപിടിച്ചിട്ട് അത് ബോർഡർ പ്ലോട്ടിലേക്ക് പ്ലോട്ട് ചെയ്തിട്ട് നമ്മൾ അതിൽ നിന്ന് ωGCനും AGCനും കണ്ടുപിടിക്കുന്നു. അങ്ങനെ AGCൻ്റെ ഇക്വേഷനിൽ ബീറ്റ കണ്ടുപിടിക്കുന്നു. പിന്നെ ടിയും കിട്ടി. നമുക്ക് കോമ്പൻസേറ്ററിൻ്റെ ഇക്വേഷൻ കിട്ടുന്നു. ക്വസ്റ്റ്യനും കോമ്പൻസേറ്ററും കൂടി നമ്മൾ ഓവറോൾ ട്രാൻസ്ഫർ ഫംഗ്ഷൻ എഴുതി വയ്ക്കണം. ഇപ്പോൾ പറഞ്ഞ ലാഗും ലീഡും കൂടി നമ്മൾ മിക്സ് ചെയ്തിട്ട് ചെയ്യുന്നതാണ് ലാഗ് ലീഡ് കോമ്പൻസേറ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ ഡിസൈൻ പ്രൊസീജിയറും കൂടി പഠിച്ച് വയ്ക്കുക. അഗൈൻ 4 മാർക്സിന് വേണ്ടി നോക്കി വെച്ചാൽ മതി. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിസ്റ്റത്തിൻ്റെ ഡൈനാമിക്സും അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സും ഒക്കെ ചെയ്ത് വരുത്താൻ വേണ്ടിയിട്ടൊക്കെയാണ് നമ്മൾ ഈ കോമ്പൻസേറ്റർ ഉപയോഗിക്കണം. അതിന് നീഡും കൂടി നമ്മളവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് നൈക്വിസ്റ്റ് ക്രൈറ്റീരിയനാണ്. ഇപ്പോൾ ഓൾറെഡി നമ്മൾ ക്ലാസ്സിൽ പ്രോബ്ലം ചെയ്തതാണ്. അപ്പോൾ നമ്മളൊരു ട്രാൻസ്ഫർ ഫംഗ്ഷൻ്റെ നൈക്വിസ്റ്റ് പ്ലോട്ട് വരച്ചിട്ട് അതിൻ്റെ എക്സ്പ്ലെയിൻ്റെ റൈറ്റ് ഹാഫിൽ എത്ര പോൾസ് ഉണ്ട് അത്രയും തവണ തന്നെ -1 + J0 എന്നുള്ള പോയിൻറ്റിന് ചുറ്റും അത്രയും സർക്കിൾ നമുക്ക് കിട്ടുകയാണെങ്കിൽ
അങ്ങനത്തെ സിസ്റ്റത്തിനെയാണ് നമ്മൾ സ്റ്റേബിൾ സിസ്റ്റം എന്ന് പറയുന്നത്. ഇതാണ് നൈക്വസിറ്റി ക്രൈറ്റീരിയൻ. അതാണ് നമ്മൾ n = p - z എന്ന് എഴുതി വെച്ചേക്കണം. അതിൽ n ആണ് -1 + j0 എന്നുള്ളതിന് ചുറ്റുമുള്ള എൻസർക്കിൾമെൻറ്റ്. അതുപോലെ p എന്ന് വെച്ചാൽ റൈറ്റ് എക്സ്പ്ലെയിൻ്റെ റൈറ്റ് ഹാഫിലുള്ള പോൾസും, z എന്ന് വെച്ചാൽ റൂട്ട്സ് ഓഫ് ദ ക്യാരക്ടറിസ്റ്റിക് ഇക്വേഷനാണ്. അപ്പോൾ നമുക്ക് അതിൽ നിന്ന് 1 + gf = 0 എന്ന് എഴുതുമ്പോൾ z = 0 എന്ന് കിട്ടും. ദാറ്റ് ഈസ് n = p. അപ്പോൾ പോൾസും അതുപോലെ എൻസർക്കിൾമെൻറ്റും ഈക്വൽ ആണെങ്കിൽ നമുക്ക് സിസ്റ്റം സ്റ്റേബിൾ ആണെന്ന് പറയാൻ പറ്റും. അടുത്തായിട്ട് കോഷീസ് ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിളാണ്. അപ്പോൾ ഈ നൈക്വസിറ്റി ക്രൈറ്റീരിയ നമ്മൾ ഡെറൈവ് ചെയ്തേക്കുന്നത് ഈ ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിളിൽ നിന്നാണ്. അപ്പോൾ നമ്മൾ എഫ് എന്ന് പറഞ്ഞിട്ടൊരു സിമ്പിളായിട്ടുള്ള ക്ലോസ്ഡ് കർവ് ഒരു കോംപ്ലക്സ് പ്ലെയിനിൽ എടുക്കുകയാണെങ്കിൽ അതിൽ പിയും ഇസഡും നമ്പർ ഓഫ് പോൾസിനെയും സീറോസിനെയും ഡിനോട്ട് ചെയ്യുകയാണെങ്കിൽ പിയും ഇസഡും GF(s) എന്നൊരു ട്രാൻസ്ഫർ ഫംഗ്ഷനാണ്. അതുപോലെ അത് ആ കർവ് എഫിൻ്റെ ഉള്ളിലാണ്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ കർവ് എഫ് z - p ടൈംസ് ഒറിജിനെ എൻസർക്കിൾ ചെയ്യുമെന്നാണ് പറയണത്. ഇതാണ് കോഷീസ് ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിൾ. അപ്പോൾ ഈ രണ്ട് നൈക്വസിറ്റി ക്രൈറ്റീരിയനും ആർഗ്യുമെൻറ്റ് പ്രിൻസിപ്പിളും നമുക്ക് ചോദിക്കാറുണ്ട് 3 മാർക്സ് 4 മാർക്സിനൊക്കെ. അപ്പോൾ ഇത്രയും ടോപ്പിക്ക് വൃത്തിയായിട്ട് തിയറിയിൽ പഠിച്ചു വയ്ക്കുക.